ഇറാൻ US നിർണായക ചർച്ചകൾ ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സേനയുടെ പിന്മാറ്റം, ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഇതടക്കം സങ്കീർണമായ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയിലുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അനുവദിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും ചോര പുരണ്ട ഓർമ്മകളുമായാണ് ഇറാൻ പ്രതിനിധി സംഘം എത്തിയത്. No, we're not going to let that. It's international water. If they're doing that, nobody knows if they're doing that. But if they're doing that, we're not going to let that happen. What would a good deal look like for you? No nuclear weapon, number one. You know, I think it's already been regime change, but we never had that as a criteria. No nuclear weapon. That's 99% of it. Yeah, but that'll open up automatically. The answer is yes, but the strait will open up. If we just left, the strait's going to, otherwise they make no money. So the strait's going to open, but what we have is no nuclear weapon, but we'll open the strait anyway. Don't forget, we don't use the strait. Other countries use the strait. So we do have other countries coming up, and they'll help out, but we don't use it. It won't be easy. It won't be. I would say this: we will have that open fairly soon. You don't need a backup plan. We have the military is defeated. Their military is gone. They have. You know, we've degraded just about everything. They have very few missiles. They have very little manufacturing capability. We've hit them hard. Our military is amazing, the job they've done. കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഇറാൻ US ചർച്ച ഇപ്പോൾ ആരംഭിക്കാനിരിക്കെ അവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളുമായാണ് ഇറാൻ പ്രതിനിധി സംഘം എത്തിയത് എന്നതാണ്. തീർച്ചയായിട്ടും അനുശ്രീ, ഇറാൻ പ്രതിനിധി സംഘം കൃത്യമായ സന്ദേശം ആണ് നൽകുന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ. പശ്ചിമേഷ്യൻ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ അവിടെ ഇന്ന് നടക്കുകയാണ്. US പ്രതിനിധി സംഘം അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനുശേഷം ചർച്ചകൾ ആരംഭിക്കും. ഇറാൻ പ്രതിനിധി സംഘം നേരത്തെ തന്നെ എത്തിയിരുന്നു. ഈ പ്രതിനിധി സംഘം എത്തിയ വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ പ്രതിനിധി സംഘത്തിൽ 6 നേതാക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വിമാനത്തിൽ ബാക്കിയുള്ള സീറ്റുകൾ അത് ഒഴിഞ്ഞ സീറ്റുകൾ ആയിരുന്നില്ല. മിനാബിൽ ഫെബ്രുവരി 28-ന് US നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ ആ സീറ്റിൽ പതിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. ചിത്രങ്ങൾ മാത്രമല്ല, അന്ന് ആ സ്കൂളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചോര പുരണ്ട ബാഗുകൾ, അവരുടെ ഷൂസ്, ഇതടക്കം ഉള്ളവ ആ പ്രതിനിധി സംഘത്തിൽ സഞ്ചരിച്ച വിമാനത്തിലെ ഒഴിഞ്ഞ സീറ്റുകളിൽ വച്ചുകൊണ്ടാണ് ഇറാൻ പ്രതിനിധി സംഘം ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് പ്രതീകാത്മകമായ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ യുദ്ധത്തിൽ അമേരിക്ക എത്രത്തോളം ക്രൂരമായ നടപടികളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ തന്നെ പല വിമർശനങ്ങളും മിനാബിലെ സ്കൂൾ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്. 1-ലധികം മിസൈലുകളാണ് അന്ന് സ്കൂളിൽ പതിച്ചത്. അന്ന് 165 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുണ്ടായി. ഐക്യരാഷ്ട്രസഭയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ സംഘടനകളും അടക്കം ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ആ ഓർമ്മകൾ വീണ്ടും ഈ ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ എത്തുമ്പോൾ അവർ അത് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. അത് കാണിക്കുന്നത് പ്രതീകാത്മകമായി ഇറാൻ നൽകുന്ന സന്ദേശവും. മറ്റൊന്ന്, ഈ പ്രതിനിധി സംഘം എത്തിയ ശേഷം സ്വാഭാവികമായും ചർച്ചകൾ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. പാകിസ്ഥാനും ഈജിപ്തും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചത്. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ആദ്യഘട്ട ചർച്ച നടത്തും. അതായത് ഇറാൻ പ്രതിനിധി സംഘം ഇവരുമായി ഒരു ഘട്ട ചർച്ച നടത്തും. അതിനുശേഷം US പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായി 2ാം ഘട്ട ചർച്ച നടക്കും. ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിലായി ഈ ചർച്ച പുരോഗമിക്കും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നു. കൃത്യമായ സന്ദേശം അവർ സഞ്ചരിച്ച വിമാനത്തിൽ, അതായത് ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു, എത്രത്തോളം ക്രൂരമായിരുന്നു US-ന്റെ ആക്രമണങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ പ്രത്യേകിച്ച് മിനാബിലെ കുട്ടികളുടെ ചിത്രങ്ങൾ അടക്കം ഈ ഒഴിഞ്ഞ സീറ്റുകളിൽ പതിച്ചുകൊണ്ട് ഇറാൻ പ്രതിനിധി സംഘം എത്തുമ്പോൾ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു സൂചന കൂടി ഇറാൻ നൽകുന്നതായി നമുക്ക് വ്യാഖ്യാനിക്കാം. അനുശ്രീ. കാർത്തിക്, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പ്രധാനമായിട്ടും ഈ ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലോടുള്ള അമേരിക്കയുടെ പ്രതികരണം അതെങ്ങനെയാണ്? അനുശ്രീ, UN
നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവിടെയൊക്കെ ഒരു വിജയം ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാനും ഈജിപ്തും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇന്ന് ഇസ്ലാമാബാദിൽ അതിനുള്ള വഴിയൊരുങ്ങിയതും. ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി അടക്കമുള്ളവർ ഉണ്ട്. മാത്രമല്ല ഇറാന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരടക്കം ഈ സംഘത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും നിർണായകം. സ്വാഭാവികമായും ഇറാന്റെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഈ പ്രതിനിധി സംഘത്തിൽ ഒപ്പമുള്ളപ്പോൾ തന്നെ ഈ യുദ്ധത്തിൽ വിശാലമായ ചർച്ചകളിലേക്ക് പോകും എന്നതിൻ്റെ സൂചനയാണ് അത് നൽകുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഉള്ളത്. ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോഴും പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഇറാൻ നേരത്തെ തന്നെ ഈ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പിരിക്കാനുള്ള ഒരു പ്രോട്ടോകോൾ, അത്തരത്തിൽ ഒരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ട്രംപിന്റെ പ്രതികരണം കേട്ടിരുന്നു. ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ, അതായത് ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പൽ ജല പാതയാണ്. അവിടെ ഇറാന്റെ നിയന്ത്രണത്തിൽ ഒരു തരത്തിലുള്ള പ്രോട്ടോകോളും അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ട്രംപിന്റെ പ്രതികരണത്തിലുള്ളത്. സ്വാഭാവികമായും അക്കാര്യങ്ങളിൽ കൃത്യമായ ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിലെ കാര്യങ്ങളിലും ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനകൾ വരുന്നു. കാരണം അവരുടെ സൈനിക മേധാവിക്ക് പുറമെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരടക്കം ഈ പ്രതിനിധി സംഘത്തിലുണ്ട്. നമുക്കറിയാം ഇറാനുമേൽ അമേരിക്ക വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം അവരുടെ ദശലക്ഷക്കണക്കിന് കോടി ഇപ്പോഴും ഫ്രീസ് ചെയ്യപ്പെട്ട നിലയിലാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധം ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അവർക്ക് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കിക്കിട്ടേണ്ടതുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കിക്കിട്ടിയാൽ ഒരുപക്ഷേ ഹോർമൂസിലടക്കം ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന്, ഈ ഇറാൻ 10 നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം പശ്ചിമേഷ്യയിൽ നിന്ന് US സേന പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ്. ഈ ആവശ്യം ഒരു കാരണവശാലും അമേരിക്ക അംഗീകരിക്കാൻ ഇടയില്ല. മാത്രമല്ല അമേരിക്ക ഇത്തരത്തിൽ ചർച്ചകൾക്ക് വരും മുമ്പ് തന്നെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചിരുന്നു. ലെബനനിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ചർച്ചകൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ നൽകിയിരുന്നു. സ്വാഭാവികമായും ആദ്യഘട്ട ചർച്ചയിൽ ഇത്തരമൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുമോ എന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ഗ്യാരണ്ടികൾ വേണം എന്നുകൂടി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ നേരത്തെ തന്നെ സമാധാനപരമായി ആണവ സമ്പുഷ്ടീകരണം നടത്താൻ അനുമതി വേണം. അതായത് ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആണവ സമ്പുഷ്ടീകരണം നടത്താൻ അനുമതി വേണം എന്നൊരാവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടെന്താകും? ട്രംപിന്റെ പ്രതികരണത്തിൽ നിന്ന് നേരത്തെ നമ്മൾ കേട്ടിരുന്നു, നോ ന്യൂക്ലിയർ വെപ്പൺ വിൽ ബി അലൗഡ് എന്നാണ്. അതായത് ആണവായുധം ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കില്ല. നമുക്കറിയാം ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് 60% സമ്പുഷ്ടീകരിച്ച് ആണവായുധം ഉണ്ടാക്കാൻ ഉള്ള കരുത്ത് ഉള്ള യുറേനിയം സമ്പുഷ്ടീകരണം അവരുടെ പക്കലുണ്ട്. ഏതാണ്ട് 400 കിലോയോളം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കൈവശമുണ്ട്. അത് എവിടെയാണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. ഇത് കൈമാറണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും ഇനി ഉയരുന്ന ചർച്ചകളിൽ ഇതിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ നിലപാട് എന്താവും എന്നത് ഏറെ നിർണായകമാണ്. മറ്റൊന്ന്, US പ്രതിനിധി സംഘത്തിൽ JD വാൻസിനെ കൂടാതെ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്ണറുമുണ്ട്. ഇവരായിരുന്നു നേരത്തെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. പക്ഷേ ഇറാന്റെ കൂടി താൽപ്പര്യപ്രകാരമാണ് ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ സൂചനയായി കൂടി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. അങ്ങനെ പലതരത്തിൽ ഉള്ള സമ്മർദ്ദങ്ങളിലൂടെ ഇറാനുമേൽ നേരത്തെ അമേരിക്ക യുദ്ധത്തിന് മുൻപ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധത്തിന് ശേഷം ഇറാൻ സ്വീകരിച്ച നടപടികളിലുമൊക്കെയാവും ചർച്ചകൾ ഉണ്ടാവുക. ഈ ചർച്ചകളിലൊക്കെ എന്ത് തരത്തിലുള്ള ധാരണകളിൽ എത്തിച്ചേരാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാവിയും.
അനുശ്രീ. കാർത്തിക, അതുപോലെ തന്നെ ഈ 10 നിർദ്ദേശങ്ങളിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് US ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക, അങ്ങനെ ഒരു ഉറപ്പ് US-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ്. കാർത്തിക് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഉറപ്പ് US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചർച്ച എത്രത്തോളം വിജയകരമാകാനുള്ള സാധ്യതയുണ്ട്? അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുമോ മുന്നിൽ? പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സങ്കീർണമാണ് കാര്യങ്ങൾ. കാരണം ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ പല ആവശ്യങ്ങളും അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യതകൾ വിദൂരമാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ജലപാതയിലെ വ്യാപാരങ്ങളിൽ അതിൽ ഇറാൻ കറൻസിയിൽ വിനിമയം ഈടാക്കും എന്നൊരാവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊരിക്കലും അമേരിക്ക അംഗീകരിക്കില്ല. അതിന് അവരുടെ ഇക്കാര്യം ഇതിനോടകം തന്നെ പലതവണ വ്യക്തമാക്കിയതുമാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു സുപ്രധാന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്രത്തോളം അംഗീകരിക്കപ്പെടും എന്നത് ഇറാന് തന്നെ സംശയമുണ്ടാകും ഒരുപക്ഷെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ. അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് US സൈന്യം പിൻവാങ്ങണമെന്നൊരാവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 2 ആവശ്യങ്ങളിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും US പ്രതിനിധി സംഘം തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് പലതരത്തിലുള്ള പ്രതിസന്ധികളും അമേരിക്കയ്ക്കും സൃഷ്ടിക്കും. കാരണം പെട്രോ ഡോളറിലാണ് വിനിമയം. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, 47 വർഷമായി പിന്തുടർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു മാറ്റം അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലൊക്കെ അമേരിക്കയുടെ നിലപാട് കടുത്ത തന്നെയായിരിക്കും. പക്ഷേ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം ഒരു പക്ഷേ അമേരിക്ക മുൻ നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. അതിന് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാണ്. മാത്രമല്ല ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ട്രംപിന് ഉടനെ മിഡ് ടേം ഇലക്ഷനെ അമേരിക്കയിൽ അഭിമുഖീകരിക്കണം. ഓരോ ദിവസവും ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ ഒരു ദിവസം ഈ യുദ്ധം നടത്താൻ തന്നെ ഏതാണ്ട് 10,000 കോടിയിലധികമാണ് ചിലവിടുന്നത്. ഇതിനോടകം തന്നെ ഒരു ഭീമമായ തുക ഈ യുദ്ധ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നു. ഇത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും എന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ട്രംപിനോട്. പക്ഷേ ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇത്തരത്തിൽ ആഭ്യന്തരമായി പല പ്രതിസന്ധികളും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അമേരിക്കയും നേരിടുന്നുണ്ട്. സ്വാഭാവികമായും ആ പശ്ചാത്തലത്തിൽ കൂടിയൊക്കെ ഈ ചർച്ചകൾ വായിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറാകില്ല. ഹോർമൂസിലൂടെ സ്വതന്ത്രമായി തന്നെ ഗതാഗതം ഉറപ്പാക്കണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉള്ളത്. സുഗമമായി ജലഗതാഗതം, അതായത് പഴയതുപോലെ ഹോർമൂസ് പ്രവർത്തിക്കണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇറാൻ്റെ പക്കലുള്ള തുറുപ്പുചീട്ട് ഹോർമൂസാണ്. ആ ഹോർമൂസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാനും വ്യക്തമാക്കുന്നു. എന്തായാലും സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ തകർന്ന ഇറാനെ പുനഃസൃഷ്ടിക്കാൻ ആവശ്യമായ സഹായങ്ങൾ, ഇനി ഒരിക്കലും ഈ യുദ്ധം ആവർത്തിക്കില്ലെന്നുള്ള കൃത്യമായ സുരക്ഷാ ഗ്യാരണ്ടി, ഈ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള ചർച്ചകൾ. ശരി, ഇറാൻ US ചർച്ച അങ്ങനെ ഇസ്ലാമാബാദിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 10 നിർദ്ദേശങ്ങൾ അത് US അംഗീകരിക്കുമോ അതോ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കാനാണോ സാധ്യത എന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.